Hi, welcome to English Bibliotheca. I'm Sujita Sivadas, and in this video we are going to discuss the poem Edge by Sylvia Plath. ഏതൊരു പോം പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ അതിൻ്റെ പോയറ്റിനെ പറ്റി നോക്കണം അല്ലേ. ഈ ഒരു വീഡിയോയിൽ അതിന് മുൻപ് ഞാൻ സിൽവിയ പ്ലാത്തിൻ്റെ 1-2 പോംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ ഒരു വീഡിയോയിലും നമ്മൾ സിൽവിയ പ്ലാത്തിനെ പറ്റി പറയേണ്ടതുണ്ട്. ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല, വേഗം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത് അവരൊരു അമേരിക്കൻ പോയറ്റായിരുന്നു. പോയറ്റ് മാത്രമല്ല, ഒരു നോവലിസ്റ്റും അതുപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്ററും ഒക്കെയാണ് നമ്മുടെ സിൽവിയ പ്ലാത്ത്. ഇവർ പോപ്പുലർ ആയിരിക്കുന്നത് അവരുടെ കൺഫെഷണൽ പോയട്രിയിലൂടെയാണ്. കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത് നമ്മുടെ കമലാദാസ് അവരും ഒരു കൺഫെഷണൽ പോയറ്റായിരുന്നു. ഈ കൺഫെഷണൽ പോയട്രി ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൺഫെഷൻ എന്ന് പറയുന്നത് കുമ്പസാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലുണ്ടായ കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ നമ്മൾ തുറന്ന് പറയുന്നതിനെയാണ് കുമ്പസാരം എന്ന് പറയുക. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകുറ്റങ്ങളൊക്കെ അവരവരുടെ എഴുത്തിലൂടെ കാണിക്കുന്നതിനെയാണ്, എടുത്ത് കാണിക്കുന്നതിനെയാണ് എന്ത് പറയുക, കൺഫെഷണൽ പോയട്രി എന്ന് പറയുക. ഇവിടെ സിൽവിയ പ്ലാത്തും അതേപോലെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഓരോ അനുഭവങ്ങളായിരുന്നു അവരുടെ എഴുത്തിലൂടെ പുറത്തു വന്നിരുന്നത്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ഈ എഡ്ജ് എന്നുള്ള പോം, അതും അതെ ഇവരുടെ ഒരു ജീവിതത്തിൽ ഇവരെ തന്നെ അവർ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവരുടെ ഏതൊരു പോ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഷാഡോ ഓഫ് ഡെത്ത്. നമുക്ക് ഇവർ കൂടുതലായിട്ട് മരണത്തിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇവരുടെ മിക്ക പോംസ് ഉള്ളത്. ഇവിടെ ഈ ഒരു എഡ്ജ് ഈ പോത്തിലും പറയുന്നത് ഡെത്ത് ഓഫ് എ വുമൻ. നമ്മൾ വിചാരിക്കും ഏതോ ഒരു സ്ത്രീയുടെ മരണത്തിനെ പറ്റിയാണ്. നോ, ഇറ്റ് ഈസ് പോർട്രേയിങ് ഹെർസെൽഫ് ഇൻ ദിസ് പോം. ഈ ഒരു പോത്തിൽ അവളെപ്പറ്റി തന്നെ അവൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ചിത്രീകരിച്ചിരിക്കുകയാണ്. സിൽവിയ പ്ലാത്തിൻ്റെ ആക്ച്വലി ഒരു സൂയിസൈഡൽ ഡെത്ത് ആയിരുന്നു. ആ ഒരു മരണത്തിന് മുൻപ്, കുറച്ച് നാൾക്ക് മുൻപ് എഴുതിയ പോവാണ് ഈ എഡ്ജ് എന്നുള്ള പോം. ഇതിൽ പ്രതിപാദിക്കുന്ന ഈ ഒരു സ്ത്രീ നമ്മുടെ സിൽവിയ പ്ലാത്ത് തന്നെയാണ്, അങ്ങനെ പറയാം നമുക്ക്. ഇതിൽ പറയുന്നു, നമുക്കിനി പോം നോക്കാം. ലെറ്റ് us go to the poem that is the woman is perfected her death. എന്താ പറയുന്നത്? ഫസ്റ്റ് ആ ലൈന് തന്നെ, the woman is perfected, she is become perfect. ഒരു സ്ത്രീ പെർഫെക്റ്റ് ആയി മാറിയിരിക്കുക. എങ്ങനെ ഈ പെർഫെക്റ്റ് ആയി മാറാം? എപ്പോഴും ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയാസ് ഒക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു സംഭവം പെർഫെക്റ്റ് ആവുള്ളൂ. ഇവിടെ എന്താ പെർഫെക്റ്റ് ആയിരിക്കുന്നത്? എ വുമൺ ഈസ് ബിക്കം പെർഫെക്റ്റ്. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്? ദ നെക്സ്റ്റ് ലൈൻ ദാറ്റ് ഈസ് സേയിങ് ഹെർ ഡെഡ്, ബൈ ഹെർ ഡെത്ത് ഷീ ഈസ് പെർഫെക്റ്റഡ്. അവൾ എന്തായി? പെർഫെക്റ്റ് ആയി മാറി. ഒരു സ്ത്രീക്ക് എപ്പോഴും പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്താവണം? മരണം എത്തണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ കംപ്ലീറ്റ് ആകണമെങ്കിൽ അവൾ മാതൃത്വം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സിൽവിയ പ്ലാത്ത് പറയുന്നു, ദ വുമൻ ഈസ് പെർഫെക്റ്റഡ് ഹെർ ഡെഡ്. ദെൻ നെക്സ്റ്റ്, body wears the smile of accomplishment, the illusion of a Greek necessity. അവളുടെ ബോഡി now her body is wearing a smile of accomplishment. എന്തോ ഒന്ന് നേടിക്കഴിഞ്ഞതിൻ്റെ ഒരു ചിരി അവളുടെ ശരീരം അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുവരെ അവളുടെ ബോഡി അങ്ങനെ ഒരു ഗാർമെൻറ്റ് അണിഞ്ഞിട്ടില്ല. ആ ഒരു സ്മൈൽ എന്നുള്ളത് ഇതുവരെ അവളുടെ ബോഡി അണിഞ്ഞിട്ടില്ല. നൗ ഇൻ ദ ഡെത്ത് സിറ്റുവേഷൻ ഷീ ഈസ് വെയറിങ് ദ സ്മൈൽ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? അവൾക്ക് എന്തോ ഒന്ന് നേടിയെടുത്തതിൻ്റെ ഒരു ആ അക്കംപ്ലിഷ്മെൻറ്റ്, ആ ഒരു സ്മൈല് അവളുടെ ശരീരം എടുത്തണിഞ്ഞിരിക്കുന്നു. ദ നെക്സ്റ്റ് ലൈൻ വിത്ത് എ കോമ കണ്ടിന്യൂയിങ് ദ ലൈൻ, ദ ഇല്യൂഷൻ ഓഫ് എ ഗ്രീക്ക് നെസസിറ്റി. എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു മരണത്തിലൂടെ മാത്രം അവൾക്ക് നേടിയെടുത്ത എന്തോ ഒന്ന് നേടിയെടുത്തുകൊണ്ട് അവളിപ്പോൾ ചിരി എന്നുള്ള ആ ഒരു ആഭരണം അണിഞ്ഞിരിക്കുകയാണ്. എന്താ അവിടെ പറഞ്ഞ ആ മരണം? ഇവിടെ പറയുന്നു ഗ്രീക്ക് നെസസിറ്റി, ഇമേജ് ഓഫ് ഗ്രീക്ക് നെസസിറ്റി. എന്താ ഗ്രീക്ക് നെസസിറ്റി? ഗ്രീക്ക് ഫിലോസഫേഴ്സ് മുൻപെങ്ങോ എവിടേക്കോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അക്കോർഡിംഗ് ടു ഗ്രീക്ക് മെത്തോളജി എന്തല്ല, സൂയിസൈഡ് ഒരു സിന്നല്ല, ദാറ്റ് ഈസ് നോട്ട് എ ക്രൈം. അത് സാധാരണ ചെയ്യാം, വലിയ കുറ്റകരമല്ലാത്തൊരു സംഭവമാണ് എന്നാണ് ഗ്രീക്ക് നെസസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിൽവിയ പ്ലാത്തിൻ്റെ സൂയിസൈഡ് എന്നുള്ളത് ഈ ഒരു സിൽവിയ പ്ലാത്ത് അല്ല, വുമണിൻ്റെ സൂയിസൈഡ് എന്നുള്ളത് എന്തല്ല എന്നാണ് പറയുന്നത്? അതൊരു ക്രൈം അല്ല, ദാറ്റ് ഇസ് നോട്ട് എ സിൻ അക്കോർഡിംഗ് ടു ഗ്രീക്ക് നെസസിറ്റി. ദെൻ നെക്സ്റ്റ് ലൈൻ, ഫ്ലോസ് ഇൻ ദ സ്ക്രോൾസ് ഓഫ് ഹെർ ടോഗ, ഹെർ bare feet seem to be saying we have come so far, it is over.
ആ 4 ലൈനും ഒരുമിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മൊത്തമായിട്ടുള്ള മീനിങ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 2 സ്റ്റാൻസയും ഒരുമിച്ച് ഞാൻ വായിച്ചത്. ഫ്ലോസ് ഇൻ ദ സ്ക്രോൾസ് ഓഫ് ഹെർ ടോഗ her bare feet seem to be saying. എന്താ പറയുന്നത്? അവളുടെ ആ ഒരു ടോഗ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടോഗ? ടോഗ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്ലോത്തിങ്സ്. അതായത് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് മാത്രം അൺകവർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗം മൊത്തം കവർ ചെയ്തുകൊണ്ട് റോമൻസ് ധരിച്ചിരുന്ന ഒരു വസ്ത്രമാണ് എന്ത്? ടോഗ എന്ന് പറയുന്നത്. ആ ടോഗയുടെ അടിയിൽ കൂടെ അവളുടെ എന്ത് കാണുന്നുണ്ട്? ഹെർ ബെയർ ഫീറ്റ് ഈസ് സീയിങ് കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്ത് ആ ബെയർ ഫുട്ട് എന്തോ പറയുന്നുണ്ട്. എന്താ അവളുടെ ബെയർ ഫീറ്റ് പറയുന്നത്? 2 കാലുകളും എന്തു പറയുന്നു? എന്താ പറയുന്നത്? വി ഹാവ് കം സോ ഫാർ, ഇറ്റ് ഈസ് ഓവർ. നമ്മൾ ഒരുപാട് ദൂരം നടന്നിരിക്കുന്നു, ഒരുപാട് ദൂരം താണ്ടിയിരിക്കുന്നു, ഇത് മതി, ഇത്രയും, ഇറ്റ് ഈസ് ഇനഫ്, ഇത് മതി, നമുക്ക് ഇവിടെ നിർത്താം എന്ന് ആര് പറയുന്നു? അവളുടെ ബെയർ ഫീറ്റ്, അവളുടെ നഗ്നപാദങ്ങൾ പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ പറയുന്ന ഒരുപാട് ദൂരം അല്ലെങ്കിൽ അവൾ താണ്ടിയ കാലങ്ങൾ മൊത്തം എന്താണ്? അവളുടെ ജീവിതമാണ്. അവളുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ഡെത്തിലേക്ക്, ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താ പറയുന്നത്? നമ്മൾ പറയുന്നത് ഇത്രയും നാൾ അവൾ ജീവിച്ചു, ഇനി മതി, ആ ഒരു ജീവിതം മതി, ഇനി നമുക്ക് നിർത്താം, ഈ ഒരു ജീവിതം ഇവിടെ വെച്ച് നിർത്താം എന്ന് ആര് പറയാണ്? അവളുടെ ഫീറ്റ് പറയാണ്. വിച്ച് മീൻസ് അവളുടെ ബോഡി പറയാണ്, അവളുടെ മൈൻഡ് പറയാണ്. ദെൻ അടുത്ത ലൈൻ, ഈച്ച് ഡെഡ് ചൈൽഡ് coiled a white serpent, one at each little pitcher of milk now empty she has folded. അതായത് ഇവിടെ നമ്മൾ ഒരു വുമൻ്റെ ഡെത്ത് മാത്രമല്ല സാക്ഷ്യം വഹിക്കുന്നത്, ഇനി കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ആയിട്ടുള്ള ഒന്നിലേക്ക് പോവുകയാണ്. ഈച്ച് ഡെഡ് ചൈൽഡ് coiled a white serpent. ഓരോ കുട്ടിയും എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു വൈറ്റ് സെർപ്പൻ്റ് പോലെ പൊതിഞ്ഞിരിക്കുകയാണ്. പിക്ചർ ഓഫ് മിൽക്ക് നൗ എംറ്റി ഷീ ഹാസ് ഫോൾഡഡ്. പിക്ചർ ഓഫ് മിൽക്ക്, പാൽക്കുടം എന്താണ്? വറ്റിയിരിക്കുന്നു, ഇപ്പോൾ അവളെ പൊതിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ എന്തിനാ ഇവിടെ വൈറ്റ് സെർപ്പൻ്റ് തന്നെ പറഞ്ഞത്? നമുക്കറിയാം, വൈറ്റ് ക്ലോത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുക? അവരെ ചുറ്റുക. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കുട്ടികളെയും അതേപോലെ പൊതിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വുമണിനെയും അതേപോലെ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറും ആ ഒരു വുമൺ മാത്രമല്ല, അവളുടെ കൂടെ തന്നെ മരണപ്പെട്ട 2 കുട്ടികളെയും നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ചൈൽഡ്, ഈച്ച് ഡെഡ് ചൈൽഡ്, ഓരോ കുട്ടിയും എന്തായി മാറിയിട്ടുണ്ട്? വൈറ്റ് സെർപ്പന്റിനെ പോലെ പൊതിഞ്ഞിട്ടുണ്ട്. എന്തിനാ അവിടെ വൈറ്റ് സെർപ്പന്റ്? മനസ്സിലായല്ലോ. പിക്ചർ ഓഫ് മിൽക്ക് നൗ എംറ്റി. ഇപ്പം എന്തല്ല, പാൽക്കുടം വറ്റി വരണ്ടിരിക്കുന്നു. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മുലപ്പാൽ ഇന്നില്ല, കാരണം ഷീ ഈസ് ഡെഡ്. Them back into her body as petals of a rose closed when the garden. എന്താ അവിടെ പറയുന്നത്? ഇപ്പം എന്താ? ഇവളുടെ ശരീരത്തിൽ നിന്ന് തന്നെ പോയ 2 കുട്ടികളാണ്. ആ കുട്ടികൾ ഇപ്പം എവിടേക്ക് തന്നെ വരികയാണ്? ദം ബാക്ക് ഇൻ ടു ഹെർ ബോഡി ആസ് പെറ്റൽസ് ഓഫ് എ റോസ് ക്ലോസ് ഈവൻ വെൻ ദ ഗാർഡൻ. അതായത് നമ്മൾ റോസ് പൂവൊക്കെ വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊഴിയണത് കാണും. അതേപോലെ തന്നെ അത് വാടിക്കഴിഞ്ഞാൽ ഒരുമിച്ച് ആ പെറ്റൽസൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കണം നമുക്ക് കാണാൻ കഴിയില്ലേ? അതുപോലെ തന്നെയാണ് ആ ബോഡിയിലെ ആ റോസിലെ പെറ്റൽസ് ഇങ്ങനെ നന്നായി അടുത്തിരിക്കുന്ന പോലെ എന്ത് ചെയ്യാണ്? ഇവളുടെ ശരീരത്തിൽ നിന്ന് പോയ ആ കുട്ടികൾ അവളിലേക്ക് ഇപ്പോൾ അടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ കുറച്ച് കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ആ കുട്ടികൾ ഇവളിൽ നിന്ന് അകലുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഈ ഒരു മരണത്തോടു കൂടി അവളിലേക്ക് അടുത്തിരിക്കുകയാണ്. കാരണം അവളെയും കുട്ടികളെയൊക്കെ ഒരുമിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? അടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്രിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും അമ്മയും കുട്ടികളെയൊന്നും വേറെ വേറെ ചെയ്യില്ല, ഒരുമിച്ച് ആണ്. അപ്പോൾ എല്ലാം ഈ കുട്ടികളെല്ലാം ഈ അമ്മയുടെ ശരീരത്തിലേക്ക് തന്നെ ഒട്ടിച്ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ സ്റ്റിഫൻസ് ആൻഡ് ഓഡേഴ്സ് ബ്ലീഡ് ഫ്രം ദ സ്വീറ്റ് ഡീപ് ത്രോട്ട്സ് ഓഫ് ദ നൈറ്റ് ഫ്ലവർ. എന്താ അതിൽ പറയുന്നത്? സ്റ്റിഫൻസ് ആൻഡ് ഓഡേഴ്സ് ബ്ലീഡ്. അവൾക്കിപ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര നേരം പറഞ്ഞു, റോസ് പെറ്റലിനെ പറ്റി പറഞ്ഞു, ഗാർഡനെ പറ്റി പറഞ്ഞു. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സുഗന്ധമാണ് വരേണ്ടതെന്ന്. ഏതെന്ന്? റോസിൽ നിന്ന്, പനിനീർ ചെടിയിൽ നിന്ന് വരുന്ന ആ സുഗന്ധമല്ല ഇന്ന് അവിടെ നിന്ന് വരുന്നത് എന്താണ്? രക്തത്തിൻ്റെ ഗന്ധമാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രം ദ സ്വീറ്റ് ഡീപ് ത്രോട്ട്സ് ഓഫ് ദ നൈറ്റ് ഫ്ലവർ. ആ നൈറ്റ് ഫ്ലവറിൽ നിന്ന് വരുന്നത് ഇപ്പോൾ എന്താണ്? ബ്ലീഡ്, ഓഡേഴ്സ് ബ്ലീഡ്, രക്തഗന്ധമാണ്, രക്തത്തിൻ്റെ മണമാണ് വരുന്നത്. ദ മൂൺ ഹാസ് നത്തിങ് ടു ബി സാഡ് അബൌട്ട് സ്റ്റിയറിംഗ് ഫ്രം ഹെർ ഹുഡ് ഓഫ് ബോൺ. ഇതൊക്കെ കണ്ടിട്ട് ആര് നിൽക്കുന്നുണ്ട്? മൂൺ നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഈ ഒരു ഇമേജസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൂൺ വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദ കോൾഡ്നെസ്, ദ ഡാർക്ക്, ദ ഇരുട്ട്. ഇതെല്ലാം ഒരു പെസിമിസ്റ്റിക് മൂഡിലേക്കാണ്. നൈറ്റ് ഫ്ലവർ ഇതെല്ലാം നമ്മളെല്ലാം കാണുന്നതെല്ലാം എന്താണ്? ഒരു സാഡ് മോഡിലുള്ള പോവാണ്. ഈ ഒരു പോം തന്നെ നമുക്ക് പറയാം ഒരു ഡാർക്ക് പോവാണ്.
ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് തന്നെ ഡാർക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഡാർക്ക് പോകുമെന്ന് പറയാൻ കാരണം അത്രയും പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അമ്മയുടെ 2 സൈഡിലും അവളുടെ 2 കുട്ടികൾ, ഈ 2 കുട്ടികളെയും കൊന്നതിന് ശേഷമാണ് അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 കുട്ടികളും 2 സൈഡിൽ കിടക്കുക, അതുപോലെ തന്നെ അമ്മയും ഇതേപോലെ വെള്ളം പുതപ്പിച്ച് കിടക്കുക. അങ്ങനത്തേക്ക് ഒരു കണ്ടീഷൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതാണ് അതിനെന്താക്കി മാറ്റുന്നത്, ഈ ഡാർക്ക് പോവാക്കി മാറ്റുന്നത്. ഇവിടെ കാണുന്ന എല്ലാ ഇമേജും നൈറ്റ് ഫ്ലവർ ആയിക്കോട്ടെ, മൂൺ ആയിക്കോട്ടെ, എല്ലാം എന്താണ് അതിനെ ആ ഒരു പെസിമിസ്റ്റിക് മോഡിലേക്ക് കൊണ്ടുവരികയാണ്. ദെൻ ലാസ്റ്റ് നമുക്കിവിടെ മൂണിന് ഒന്നും പറയാനില്ല, കാരണം ദ മൂൺ വാസ് വിറ്റ്നസിങ് ഓൾ ദ തിങ്സ് വാട്ട് ഹാപ്പൻ ഇൻ ഹെർ ലൈഫ്. എന്തൊക്കെയാണോ അവളുടെ ജീവിതത്തിൽ നടന്നിരുന്നത് അതെല്ലാം ആരും കാണുന്നുണ്ടായിരുന്നു, നമ്മുടെ മൂണ് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് ഒന്നും സങ്കടപ്പെടാനൊന്നും ആർക്കില്ല, മൂണിനില്ല. സ്റ്റെയറിങ് ഫ്രം ഹെർ ഹുഡ് ഓഫ് ബോൺ. Then she is used to this sort of thing, her blacks, crackle and drag. ഇവിടെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ അവളുടെ മുടിയെ പറ്റിയിട്ടായിരിക്കാം പറയുന്നത്. അതല്ലെങ്കിൽ ഈ ക്രാക്കിൾ, ബ്ലാക്സ് എന്ന് പറയുമ്പോൾ അവൾക്കുണ്ടായിരുന്ന അവൾക്കൊരു ഡിപ്രഷൻ എന്നുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു. അതുപോലത്തെ ക്രാക്കിൾ എന്ന് പറയുമ്പോൾ അവൾ ചെയ്തു വന്നിരുന്ന തെറാപ്പി, ഇലക്ട്രിക് ഷോക്ക് തെറാപ്പി. അതുപോലെ തന്നെ ഡ്രാഗ് എന്ന് പറയുമ്പോൾ ഡ്രാഗിങ് വലിഞ്ഞ് ഒരു മെല്ലെ പോക്ക്, അവളുടെ ജീവിതം പതിയെ ഇല്ലാണ്ടാവുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ അവളുടെ ജീവിതം അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആര്, നമ്മുടെ സിൽവിയ പ്ലാത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ സൂസൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ദ മൂൺ വിച്ച് ഈസ് ഇൻഡിക്കേറ്റിംഗ് എ വുമൻ, എപ്പോഴും സ്ത്രീകളെ കാണിക്കാൻ വേണ്ടി അവരുടെ മെൻസ്ട്രുവേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഇമേജാണ് മൂൺ എന്നുള്ളത്. അതുപോലെ ആ കോൾഡ്നെസ്, ആ ഡെത്തിൻ്റെ ആ ഒരു കോൾഡ്നെസ് അവളുടെ ബോഡിയുടെ ആയിക്കോട്ടെ, ആ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ ആയിക്കോട്ടെ, ഈ ഒരു പോത്തിൻ്റെ ആയിക്കോട്ടെ, നമ്മളുടെ ഈ റീഡേഴ്സിൻ്റെ മൈൻഡിൻ്റെ, ആ റൈറ്ററിൻ്റെ മൈൻഡിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു കോൾഡ്നെസ് ഫീല് എല്ലാവരിലേക്കും എത്തിക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്, ഇതിലെ പോയറ്റ് ശ്രമിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു പോവാണ്, എന്നാൽ കൂടി ഈ ഒരു പോവത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇമേജസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ലൈൻസിലൂടെ. ഇതിൻ്റെ കുറച്ച് ദിവസത്തിന് ശേഷം അവർ മരിക്കാണ്ടായത്. അപ്പോൾ ഇതിലൂടെ സ്വന്തം മരണത്തിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പോയത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കിയിട്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നതുവരെ താങ്ക് യു.